നമുക്കറിയാൻ കഴിയില്ല പടച്ചവനെ, അത് പള്ളിയിലാണ് പലിശയുടെ കഞ്ഞി നമ്മുടെ നാട്ടിലൊക്കെ ആകെ ചളകുളമായി കിടക്കുകയാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇവിടെ ഏതു പള്ളിയിലാണ്, ഇവിടെ ഏത് സ്ഥലത്താണ് പലിശക്കാരൻ്റെ ഭക്ഷണം തരിക? അൽഹംദുലില്ലാ, നമ്മുടെ നാടുകളിലൊക്കെ റമദാൻ മാസമാകുമ്പോൾ 30 ദിവസവും കഞ്ഞി വെച്ച് കൊടുക്കുന്ന പലിശക്കാരുണ്ട്. അല്ലാഹുവേ, പാവപ്പെട്ട ഉമ്മമാര്, പാവപ്പെട്ട ഇത്തമാര്, പാവപ്പെട്ട ഇക്കമാര്, ആ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ഞി കുടിക്കുന്ന ഉമ്മമാരുൾപ്പെടെ, ആ പള്ളിയിൽ പോയി കഞ്ഞി കുടിക്കുന്ന ഉപ്പമാരുൾപ്പെടെ എത്രയോ ആളുകൾ ഹറാമ് തിന്നുകൊണ്ടിരിക്കുന്നു. പടച്ചവനെ, ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന ചൂടും നമ്മൾ ഈ അനുഭവിക്കുന്ന കെട്ടപ്പാടും, അല്ലാഹുവേ, നിന്റെ കോടതി വരുമ്പോ റയ്യാൻ എന്ന് പറയുന്ന, നോമ്പുകാര് കടന്നു പോകുന്ന റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ കടക്കാനുള്ള ഭാഗ്യത്തിന് ഇതൊരു കാരണമാക്കണേ തമ്പുരാനെ, ഇതൊരു കാരണമാക്കണേ റഹ്മാനെ. അല്ലാഹുവിന്റെ റസൂൽ നോമ്പ് മാസത്തെ കുറിച്ച് അതാക്കും ശഹ്റു റമളാൻ എന്ന് പറഞ്ഞിട്ട് മുത്ത് റസൂൽ പറഞ്ഞു, ശഹ്റു റഹ്മ, അത് റഹ്മത്തിന്റെ മാസമാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ, അത് റഹ്മത്തിന്റെ മാസമാണ്. ഇന്നു മുതൽ നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കണേ, കാരുണ്യവാനായ പടച്ചവനെ എന്നാണ് ഈ ദുആ നമ്മൾ പറയണം. മസ്ജിദുകളിൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടത്തെ ഒരവസ്ഥയിൽ ഒരുമിച്ചിരുന്നങ്ങനെ പറയില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ മറക്കല്ലേ, ഒരു ദിവസം പോലും പറയാതിരിക്കല്ലേ. ഉറങ്ങുന്നതിന് മുമ്പ് ആവേശത്തോടെ പറയണം. ഇന്നിവിടെ ദുആ ചെയ്യുന്നത് 11 പ്രാവശ്യം നിങ്ങൾ മുഴുവനും എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുമ്മ റഹംനാ യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ ഒരു വിരൽ ചലിപ്പിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ കാരുണ്യമില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാലം നിൽക്കാൻ പറ്റോ? ഞാൻ ഈ അബുദാബിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് 4 മണിക്ക് തിരുവനന്തപുരത്തുനിന്ന് ഫ്ലൈറ്റ് ആണ്. രാത്രി 1 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി എൻ്റെ പ്രിയപ്പെട്ട ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ കവിളത്ത് മുത്തം കൊടുത്തു കൊണ്ടുവരുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രവാസി അനുഭവിക്കുന്ന പോലെ ഒരു അകൽച്ചയുടെ, ഒരു വിദൂരതയുടെ നൊമ്പരം ഞാൻ അനുഭവിക്കാൻ പോവുകയാണ്. ആകെ ഒരു 4 ദിവസവും 5 ദിവസവും ഒക്കെ മക്കളെ വിട്ട് നിൽക്കുന്നതല്ലാതെ ഇങ്ങനെ ഒരു 10-20 ദിവസം ഞാൻ വിട്ടുമാറി നിൽക്കൽ വളരെ അപൂർവമാണ്. ചിലപ്പോൾ ഉംറയ്ക്ക് പോകുമ്പോഴൊക്കെ സംഭവിക്കുക മാത്രമാണ്. പക്ഷേ അതിലൊന്നും എനിക്ക് സങ്കടമില്ല. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ നാട്ടിൽ കോരിച്ചൊരിയുന്ന മഴയാണ്. ആ മഴയത്തിൻ്റെ കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ ഖബറുകൾക്കിടയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും എന്നോടൊപ്പമുള്ളവരും നടന്നുപോയി. രാത്രി 1 മണിക്ക് എവിടെയെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ കിടന്നിറങ്ങുന്ന ഖബർസ്ഥാനിൽ മഴ നനഞ്ഞുകൊണ്ട് എയർപോർട്ടിലേക്ക് ഇറങ്ങാനുള്ള അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് എൻ്റെ വാപ്പിച്ചിയുടെ ഖബറിൻ്റെ അടുത്ത് പോയി ദുആ ചെയ്തിട്ട് ഞാൻ വന്നിറന്തെന്നറിയോ? ഇനി റമളാൻ 20 വരെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പിച്ചാന്റെ ഖബറിന്റെ അടുത്ത് എനിക്ക് വരാൻ കഴിയില്ലല്ലോ. അതൊരു പ്രിയപ്പെട്ട വാപ്പ മകന് കൊടുത്ത റഹ്മത്തിന്റെ ഭാഗമാണ്. ഒരു മകൻ തന്റെ പിതാവിന് കൊടുക്കുന്ന റഹ്മത്തിന്റെ ഭാഗമാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. വെറുതെയല്ല ആ ദുആ നിങ്ങൾ ചൊല്ലണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അത് കാരുണ്യമാണെങ്കിൽ, ഉമ്മ മക്കളോട് കാണിക്കുന്നത് കാരുണ്യമാണെങ്കിൽ, ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമർ റഹീമീൻ ഏറ്റവും വലിയ കാരുണ്യവാനാണ്, ഏറ്റവും വലിയ കാരുണ്യവാനാണ്. റമളാനിന്റെ അവ്വലുഹു റഹ്മ, ആദ്യത്തെ 10 ദിവസം റഹ്മത്തിന് വേണ്ടി പടച്ചതമ്പുരാൻ മാറ്റിയിടുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക് സെന്ററിൽ വന്ന സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ടവരെ, എന്ന് ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ എല്ലാം മറന്നുകൊണ്ട് ഓടി വരുന്ന സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ട പ്രവാസികളെ, അല്ലാഹു നമുക്ക് തരട്ടെ, കാരുണ്യം തരട്ടെ, ജോലിയിൽ കയറ്റമുണ്ടാകട്ടെ, ശമ്പളം കൂടട്ടെ, മക്കൾക്ക് ജോലി ലഭിക്കട്ടെ, അപകടങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ, മാരക രോഗങ്ങളെ അല്ലാഹു ഒഴിവാക്കി കൊടുക്കട്ടെ. 2 വയസ്സും 4 വയസ്സും 6 വയസ്സും ഒക്കെ പ്രായമായ പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ ക്യാൻസർ എന്ന മഹാമാരി പിടിച്ച് ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്ന് പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യം വേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 10 ദിവസം നിങ്ങൾ പാഴാക്കി കളയല്ലേ. രാവും പകലും എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമോ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവിന്റെ റസൂൽ എന്തുകൊണ്ടാണ് റമളാൻ മാസം റഹ്മത്തിന്റെ മാസമെന്ന് പറഞ്ഞതെന്നറിയോ?
റമളാൻ മാസം റഹ്മത്തിന്റെ മാസമെന്ന് പറയാൻ കാരണം, ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 നന്മയുടെ കൂലി. അല്ലാഹുവേ, ഒരു സുന്നത്തിന് ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി വെറുതെയല്ല. സ്കാരം കഴിഞ്ഞിട്ട് 4 റക്അത്ത് തറാവി കഴിഞ്ഞാൽ പിന്നെ ഓട്ടം, 8 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടം, 12 കഴിഞ്ഞാൽ പിന്നെ ഓട്ടം. ആകെ ഒരു 1.5 മണിക്കൂറിനകത്ത് സർവ്വ സംഭവം എല്ലാം കഴിയും. അത് റമളാൻ ഖുർആൻ മൊത്തം ഓതിയാലും ശരി, പകുതി ഓതിയാലും ശരി, ഖുൽ ഹുവല്ലാഹു മാത്രം ഓതിയാലും ശരി, എന്തായാലും 1 മണിക്കൂറിനകത്ത് സംഭവം കഴിയും. അതിനൊന്നും നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹു എത്ര കാരുണ്യം നമുക്ക് തരും. നിങ്ങളെ അടക്കി ഒതുക്കി കിടത്താൻ റബ്ബിന് കഴിയും, കഴിയാത്തതുകൊണ്ടൊന്നുമില്ല. നിങ്ങളെപ്പോലെ പല വമ്പന്മാരെയും അള്ളാഹു ഇന്ന് വീടിൻ്റെ ഒരു മൂലയ്ക്ക് അടിച്ചൊതുക്കി കിടത്തിയിരിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ മക്കളെ വിളിക്കണം, മരുമോളെ വിളിക്കണം, കൈയനക്കാൻ കഴിയാതെ കാലനക്കാൻ കഴിയാതെ അങ്ങനെ കിടക്കണം. നമുക്കറിയില്ല. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് തരാതിരിക്കട്ടെ. അള്ളാഹിൻ്റെ കാരുണ്യം വളരെ വലുതാണ്. അള്ളാഹിൻ്റെ കാരുണ്യം വളരെ വലുതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റിൻ്റെ ഗസ്റ്റായിട്ട് വന്നതുകൊണ്ട് അവിടുത്തെ ഡ്രൈവർമാരായ മലയാളികളൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത്, അള്ളാഹു ഉസ്താദെ നമുക്ക് തന്ന ഭാഗ്യം വളരെ വലുതാണ്. ഈ വലിയ ഒരു പാർലമെൻറ്റിൽ ഒരു ജോലി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുക, അതൊക്കെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യമായിട്ട് അവർ കാണുകയാണ്. അള്ളാഹു അവരുടെ ആഗ്രഹങ്ങൾ ഇനിയും ഇനിയും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ദുആയാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ള ദുആയാണ്. അള്ളാഹിൻ്റെ കാരുണ്യമില്ലെങ്കിൽ ഒരു സെക്കൻഡ് നമുക്ക് ചലിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഒരാൾക്കും സ്വർഗം കിട്ടൂല ഇല്ല അല്ലാഹു ബിറഹ്മ, റഹ്മത്ത് കൊണ്ട് അള്ളാഹു പൊതിഞ്ഞാലല്ലാതെ. കാരണം സ്വർഗത്തിന് യോഗ്യത നമ്മൾ എത്ര അമൽ ചെയ്താലും ഇല്ല. അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. ഈ റമളാനിൽ അള്ളാഹു നമുക്ക് കാരുണ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മളും തിരിച്ച് കാരുണ്യം കാണിക്കണം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. റമളാൻ മാസം നിങ്ങൾ വീട്ടിൽ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കണം, ഭാര്യയോട് ചോദിക്കണം, കുറച്ച് നോട്ട് മാറിയിട്ട് കൊടുത്തിരിക്കണം ഭാര്യയുടെ കയ്യിൽ. 10 രൂപ, 20 രൂപ, 50 രൂപ ഒക്കെ. എന്തിനാണ്? നിങ്ങൾ കടലിന് ഇക്കരെ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളുടെ നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട റമളാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ഇവിടെ ആയതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയരുത്. നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും സാധുക്കൾ, പാവപ്പെട്ടവർ, അവരെ നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയുടെ വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഇരിഞ്ചയം എന്ന് പറയുന്ന ഒരു മഹലുണ്ട്. നിങ്ങൾക്ക് പരിചയക്കാരുണ്ടാവും, ചിലപ്പോൾ ആ സ്ഥലത്ത് ആരൊക്കെ ഇവിടെ ഉണ്ടാവും. അവിടുത്തെ ഒരു ഇമാമ് പറഞ്ഞത്, ഒരു ദിവസം പരിശുദ്ധ റമളാൻ കഴിഞ്ഞപ്പോ, റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10-ൽ ഒരു 10-20 ആളുകൾ ആ പള്ളിയിൽ നിന്ന് തറാവീഹ് കഴിഞ്ഞ് നേരെ പോയത് പള്ളിക്കാടുകൾക്കിടയിൽ അടക്കപ്പെട്ടിരിക്കുന്ന സാധാരണ ഒരു മനുഷ്യന്റെ ഖബറിലേക്കാണ്. ആ മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അവർ ദുആ ചെയ്യുന്നു. വല്ലാതെ ദുആ ചെയ്ത് പൊട്ടിക്കരയുന്നു. ഇമാമ വന്നവരോട് ചോദിച്ചു, ഇതാരാണ്? ഞാനിവിടെ ഇത്രയും നാള് ജോലി ചെയ്തിട്ട് ഒരു ഔലിയായിനെ ഇവിടെ അടക്കം ചെയ്തത് എനിക്കറിയില്ല. ആ കുടുംബക്കാര്, നാട്ടുകാര് മുഴുവനും പറയുന്നു, ഇതൊരു ഔലിയ അല്ല, ഇതൊരു അറിയപ്പെട്ട മഹാനുഭാവനല്ല, ഇയാൾ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനാണ്. പരിശുദ്ധ റമളാൻ വന്നാൽ റമളാൻ ശരീഫിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഇയാൾ പാവപ്പെട്ട ഞങ്ങളുടെ വീട്ടിലൊക്കെ വരല് പതിവാണ്. കയ്യിൽ ഒരു കിറ്റുണ്ടാവും, കുറച്ച് കാശുണ്ടാകും. അല്ലാഹുവേ, റമളാനിൽ പോലും പാടത്തും പറമ്പത്തും പണിയെടുത്തിട്ട് ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. നമുക്ക് റമളാനിന്റെ പൊരുത്തം തരാൻ, നമുക്ക് റമളാന്റെ സുഖം തരാൻ, നമുക്ക് റമളാന്റെ സന്തോഷം തരാൻ, നമുക്ക് റമളാനിന്റെ പൂർണ്ണമായ എല്ലാ അനുഗ്രഹങ്ങളും തരാൻ നമ്മുടെ കൈ നിറച്ച് പണവും അതുപോലെ അരിയും ഈത്തപ്പഴവും ഒക്കെ വാങ്ങിക്കൊണ്ട് തന്ന ഈ സാധുവായ സഹോദരൻ ഖബർ, അല്ലാഹുവേ, കഴിഞ്ഞ റമളാൻ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, ഈ റമളാനിലില്ല. അതുകൊണ്ട് ദുആ ചെയ്യുകയാണെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ടവരെ കണ്ണീരെടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പാവപ്പെട്ടവരെ നമുക്ക് വേണ്ട. ഒരാളെ റമളാൻ മാസത്തിൽ അവരുടെ കണ്ണീര് മാറ്റി കൊടുക്കാൻ നിങ്ങളെത്ര പട്ടിണി കിടന്നാലും നിങ്ങൾക്ക് സാധിക്കണം, നിങ്ങളെത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സാധിക്കണം. റമളാൻ മാസത്തിൽ ഒരു വ്യക്തിയുടെ കണ്ണീര് മാറ്റി കൊടുക്കാൻ
നിനക്ക് നോമ്പ് തുറക്കാനുള്ള നല്ല കാരൊക്കെ ഞാൻ വാങ്ങിത്തരാ, നിന്റെ നോമ്പ് തുറപ്പിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ ചെയ്തു തരാ. സുഖമില്ലാതെ കിടക്കുന്ന പാവപ്പെട്ടവര് സാധുക്കള് അൽഹംദുലില്ലാഹ് അവരെ വിഷമവും വേദനയും മാറ്റിക്കൊടുത്ത് റമളാനിന്റെ പൊരുത്തം കിട്ടാൻ അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ عظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. അല്ലാഹുവേ ഈ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹ്. നാളെ പരലോകത്ത് റമളാൻ വരുന്നതാണ്, നാളെ കോടതിയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ റമളാൻ വരുന്നതാണ്. ആ റമളാൻ വരുമ്പോ നിനക്ക് അനുകൂലമായും പ്രതികൂലമായും റമളാൻ നിന്നോട് സംസാരിക്കുന്നതാണ്. അനുകൂലമായി സംസാരിക്കുന്നത് ആരോടാണ്? ഖുർആൻ ഓതിയവരെ, നോമ്പ് നോറ്റ് വീടിയവരെ, സ്വതക്ക ചെയ്തവരെ, കാരുണ്യം കാണിച്ചവരെ, അനാവശ്യങ്ങൾ ചെയ്യാത്തവരെ, അനാശാസ്യങ്ങൾ പറയാത്തവരെ, അനിസ്ലാമികമായ ചിന്തകൾ കടന്നു വരാത്തവരെ, കണ്ണിനെ സൂക്ഷിച്ചവരെ, കാതിനെ സൂക്ഷിച്ചവരെ, ഫസാദ് ഈബത്ത് പറയാത്തവരെ, നിങ്ങൾക്കാണ് സൗഭാഗ്യം, നിങ്ങൾക്കാണ് സൗഭാഗ്യം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 5 കാര്യങ്ങൾ നിങ്ങളുടെ നോമ്പിനെ നിഷ്ഫലമാക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നോമ്പുകാരായി നിങ്ങൾ ചെയ്തു പോയാ നിങ്ങളുടെ നോമ്പിന് ഒരു കൂലിയുമില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ അതിലൊന്ന് കളവ് പറയല, 2 ഏഷണി പറയല, 3 ഈബത്ത് പറയല, 4 കള്ളസത്യം ചെയ്യല. ഇത് 4 നാവിൽ ബന്ധപ്പെട്ടതല്ലേ? ഇത് 4 നാവുമായി ബന്ധപ്പെട്ടതല്ലേ? കളവ് പറയുന്ന നോമ്പുകാരാ, നിന്റെ നോമ്പിന് അല്ലാഹുവിന്റെ മുമ്പിൽ കൂലിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നന്മയുമില്ലാതെ, ഒരു പുണ്യവുമില്ലാതെ, ഒരു നേട്ടവുമില്ലാതെ കുറെ പട്ടിണി കിടന്നിട്ട് എന്ത് നേട്ടമാണ് അല്ലാഹുവിന്റെ കോടതിയിൽ ലഭിക്കുക? സുബ്ഹാനല്ലാഹ്, ഈ റമളാൻ ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന റമളാനാക്കല്ലേ റബ്ബേ. ഇനിയും നോമ്പ് പിടിക്കണമല്ലോ, ഇനിയും തറാവീഹ് നമസ്കരിക്കണമല്ലോ, ഇനിയും സ്വതക്ക ചെയ്യണമല്ലോ, ഇനിയും ഇബാദത്ത് ചെയ്യണമല്ലോ, ഇനിയും പടച്ചവന്റെ പൊരുത്തത്തിൽ പോകണമല്ലോ. അതുകൊണ്ട് റബ്ബേ, ഈ റമളാൻ നമ്മുടെ ജീവിതത്തിലെ അവസാന റമളാനാക്കല്ലേ അല്ലാഹ്.